ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കിത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനായിരിക്കും. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു പണ്ഡിതനെക്കുറിച്ചല്ല, ആധുനിക അറബ് ലോകത്തിന്റെ ചിന്തയെ തന്നെ രൂപപ്പെടുത്തിയ ഒരാളെക്കുറിച്ചാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരാൾ. അതെ, അബ്ദുസലാം അൽമസാദി. അപ്പോ അബ്ദുസലാം അൽമസാദി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു ഭാഷാ പണ്ഡിതൻ എന്നായിരിക്കും, അല്ലേ? എന്നാൽ അതൊരു തുടക്കം മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു ലേബിളിലും ഒതുക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരേ സമയം ഒരു അക്കാഡമീഷ്യനായിരുന്നു, ഒരു മികച്ച എഴുതുകാരനായിരുന്നു, ഒരു നയതന്ത്രജ്ഞൻ, എന്തിന് ഒരു മന്ത്രി വരെയായിരുന്നു. അപ്പോ ഇങ്ങനെയൊരു ബഹുമുഖ പ്രതിഭയുടെ ജീവിതം എങ്ങനെയുണ്ടാകും? നമുക്ക് നോക്കാം. അപ്പൊ ശരി, നമുക്ക് അദ്ദേഹത്തിന്റെ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. എല്ലാ വലിയ യാത്രകൾക്കും ഒരു തുടക്കമുണ്ടാകും, അല്ലേ? അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നത് ടുണീഷ്യയിലെ സ്ഫാക്സ് എന്ന നഗരത്തിൽ നിന്നാണ്. അവിടെ നിന്ന് അക്കാഡമിക് ലോകത്തിന്റെ കൊടുമുടിയിലേക്ക് അദ്ദേഹം എങ്ങനെയാണ് കയറിപ്പോയതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. അപ്പോ വർഷം 1945, സ്ഥലം ടുണീഷ്യയിലെ സ്ഫാക്സ് എന്ന നഗരം. അവിടെയാണ് അദ്ദേഹം ജനിക്കുന്നത്. ചുമ്മാ ഒരു ഫാക്റ്റായിട്ട് കാണരുത്, കാരണം ഈ കാലഘട്ടവും ഈ സ്ഥലവുമാണ് അദ്ദേഹത്തിന്റെ ചിന്തകളുടെ എല്ലാം അടിപ്പറ പാകിയത്. ഇനി അദ്ദേഹത്തിന്റെ അക്കാദമിക് കരിയറിലേക്ക് വന്നാൽ അതിന്റെ വേഗത നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. നോക്കൂ, 1969 അറബി ഭാഷയിലും സാഹിത്യത്തിലും BA എടുക്കുന്നു. കൃത്യം 10 വർഷം കഴിഞ്ഞ് 1979 ഡോക്ടറേറ്റ് നേടുന്നു. അവിടെയും തീർന്നില്ല. വെറും 5 വർഷത്തിനുള്ളിൽ 1984 ആകുമ്പോഴേക്കും യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ഉയർന്ന പ്രൊഫസർ പദവിയിലേക്ക് എത്തുകയാണ്. അതായത് വെറും 15 വർഷം. അത്രയും കാലം കൊണ്ട് അക്കാദമിക് ലോകത്ത് അദ്ദേഹം തന്റേതായ ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. ഓക്കെ, അപ്പൊ അക്കാദമിക് രംഗത്ത് അദ്ദേഹം ഒരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹം അവിടെ ഒതുങ്ങി നിന്നില്ല. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. ഈ പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയ അറിവ് അത് അദ്ദേഹം എങ്ങനെയാണ് ക്ലാസ് റൂമിന് പുറത്തേക്ക് കൊണ്ടുപോയത്? എങ്ങനെയാണ് ഭരണത്തിന്റെയും നയതന്ത്രത്തിന്റെയും വലിയ ലോകത്തേക്ക് അദ്ദേഹം കാലെടുത്തു വെച്ചത്? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാം, അത് പല വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്. തുടക്കം ടുണീഷ്യൻ യൂണിവേഴ്സിറ്റിയിലൊരു ഭാഷാശാസ്ത്ര പ്രൊഫസറായിട്ട്. അവിടെ നിന്ന് നേരെ പോകുന്നത് രാജ്യത്തിന്റെ ഭരണത്തിലേക്കാണ്. 1987 മുതൽ 89 വരെ അദ്ദേഹം ടുണീഷ്യയുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതിനുശേഷം അന്താരാഷ്ട്ര തലത്തിലേക്ക് അറബ് ലീഗിലും സൗദി അറേബ്യയിലുമൊക്കെ ടുണീഷ്യയുടെ അംബാസിഡറായി സേവനമനുഷ്ഠിച്ചു. അപ്പോൾ പ്രൊഫസർ, മന്ത്രി, അംബാസിഡർ, എന്തൊരു യാത്രയാണെന്ന് നോക്കൂ. പക്ഷേ ഇത്രയൊക്കെ വലിയ പദവികളിലിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയം എവിടെയായിരുന്നു എന്നറിയാമോ? അറബി ഭാഷയിൽ തന്നെ. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നോക്കൂ, ടുണീഷ്യൻ എഴുത്തുകാരുടെ യൂണിയനിൽ അദ്ദേഹം അംഗമായിരുന്നു. അതുമാത്രമല്ല, ടുണീസ്, ഡമാസ്കസ്, ബാഗ്ദാദ്, ട്രിപ്പോളി ഇവിടങ്ങളിലെല്ലാമുള്ള അറബി ഭാഷാ അക്കാഡമികളിലും അദ്ദേഹം അംഗമായിരുന്നു. ഇതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അറബി ഭാഷയുടെ ഒരു ബൃഹത്തായ ചരിത്ര നിഘണ്ടു, ദോഹ ഹിസ്റ്റോറിക്കൽ ഡിക്ഷണറിയുടെ സെക്രട്ടറി പദവിയും അദ്ദേഹം വഹിച്ചിരുന്നു. അപ്പോൾ എത്ര തിരക്കിനിടയിലും ഭാഷയെ അദ്ദേഹം നെഞ്ചോട് ചേർത്തുപിടിച്ചുവെന്ന് വ്യക്തം. ഇങ്ങനെയൊക്കെ ഒരു ജീവിതം നയിച്ച ആൾക്ക് അംഗീകാരങ്ങൾ കിട്ടിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ, അല്ലേ? അറബ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അദ്ദേഹത്തെ തേടി പുരസ്കാരങ്ങൾ എത്തി. ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട അവാർഡുകളെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. തുടക്കം സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ. 1985 ടുണീഷ്യയുടെ സ്റ്റേറ്റ് അവാർഡ്. പിന്നീട് അങ്ങോട്ട് നോക്കൂ, ബെയ്റൂട്ടിൽ നിന്ന് അവാർഡ്, UAE-യിൽ നിന്ന് സുൽത്താൻ അൽ ഉവൈസ് പുരസ്കാരം, കെയ്റോയിൽ നിന്നും മസ്കറ്റിൽ നിന്നും. ഈ നഗരങ്ങളുടെ പേരുകൾ തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഒരു രാജ്യത്ത് ഒതുങ്ങി നിന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. നിങ്ങളുടെ നെറ്റ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏരിയ. അതെ,
അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ രചനാലോകം. ഇത് ഓർത്തുവെക്കാൻ എളുപ്പമുള്ള രീതിയിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളെ ഒന്ന് തരംതിരിച്ച് മനസ്സിലാക്കാം. എല്ലാം തുടങ്ങിയത് ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ്. 1977 പുറത്തിറങ്ങിയ അൽ ഉസ്ലൂബിയ വൽ ഉസ്ലൂബ്, അതായത് സ്റ്റൈലിസ്റ്റിക്സിനെയും സ്റ്റൈലിനെക്കുറിച്ചുള്ള പഠനം. അറബി ഭാഷയിലെ ശൈലീശാസ്ത്ര പഠനങ്ങളിൽ ഒരു നാഴികക്കല്ലായിരുന്നു ഈ പുസ്തകം. ഇത് പുറത്തിറങ്ങിയതോടെയാണ് ഒരു പണ്ഡിതൻ എന്ന നിലയിൽ അൽ മസാദി ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ എഴുത്തുകളെ നമുക്ക് പ്രധാനമായും 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. പരീക്ഷയ്ക്ക് ഓർത്തിരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഒന്നാമത്തെ വിഭാഗം അൽ-ലിസാനിയാത്ത്, അതായത് ഭാഷാശാസ്ത്രം. ഇതിലേറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ ഖാമോസ് അൽ-ലിസാനിയാത്താണ്, ഒരു ഭാഷാശാസ്ത്ര നിഘണ്ടു തന്നെ. ഇനി രണ്ടാമത്തെ വിഭാഗം അൻ-നഖ്ദ് അൽ-അദബി, സാഹിത്യവിമർശനം. അൻ-നഖ്ദ് വെൽ ഹദാഥ, അതായത് വിമർശനവും ആധുനികതയും. ഈ മേഖലയിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയാണ്. മൂന്നാമതായി വരുന്നത് കുറച്ചുകൂടി ഗൗരവമുള്ള ചിന്താപരമായ വിഷയങ്ങളാണ്. ഉദാഹരണത്തിന് അൽ-അംൻ അൽ-ലുഗവി, അഥവാ ഭാഷാപരമായ സുരക്ഷ എന്ന ആശയം. ഭാഷയും രാഷ്ട്രീയവും അധികാരവുമെല്ലാം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഇതിൽ ചർച്ച ചെയ്യുന്നു. അപ്പോ ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജീവിതം, പദവികൾ, പുസ്തകങ്ങൾ. പക്ഷെ ഇതിന്റെ എല്ലാം കാതലെന്താണ്? അബ്ദുസ്സലാം അൽ-മസാദി എന്ന വ്യക്തിയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? എന്താണ് അദ്ദേഹത്തിന്റെ ചിന്തകളുടെ ആകെ തുക? ഒരുപക്ഷെ ആ സന്ദേശം മുഴുവൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ തലക്കെട്ടിൽ ഒതുക്കാൻ പറ്റുമായിരിക്കും. ആ തലക്കെട്ടിതാണ്: ഇത്തഖുത് താരിഖ് അയ്യുഹൽ അറബ്, അതായത് അറബികളെ, നിങ്ങൾ ചരിത്രത്തെ ഭയപ്പെടുക അല്ലെങ്കിൽ സൂക്ഷിക്കുക. ഇതൊരു വെറും തലക്കെട്ടല്ല. അറബ് ലോകത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള ഉത്കണ്ഠയാണിതിൽ മുഴങ്ങിക്കേൾക്കുന്നത്. വളരെ ശക്തമായ ഒരു വാചകമാണിത്, ഉറപ്പായും ഓർത്തുവെക്കണം. അപ്പോ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് അൽ-അംൻ അൽ-ലുഗവി, അഥവാ ഭാഷാപരമായ സുരക്ഷ എന്നതിലേക്കൊന്നുകൂടി വരാം. അദ്ദേഹം പറഞ്ഞതിതാണ്: ഒരു ജനതയുടെ സുരക്ഷയും അവരുടെ ഭാഷയുടെ സുരക്ഷയും ഒന്നാണ്. ഭാഷ തകർന്നാൽ ആ സംസ്കാരം തന്നെ ഇല്ലാതാകും. ഈയൊരു ആശയം ഇന്നത്തെ നമ്മുടെ ലോകത്ത് എത്രത്തോളം പ്രസക്തമാണെന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ ഞാൻ നിങ്ങൾക്കായി ഒരു ചോദ്യം ബാക്കി വയ്ക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അറബി ഭാഷയുടെ സുരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയും? ഈ ചോദ്യത്തിൽ നിന്ന് നിങ്ങളുടെ ചിന്തകൾ തുടങ്ങട്ടെ. നിങ്ങളുടെ പഠനത്തിനും പരീക്ഷയ്ക്കും എല്ലാവിധ ആശംസകളും. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.